വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റി അല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. ഇല്ല 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 ഇല്ല. അപ്പം ഈ ആദ്യം ഈ 3 പേരുടെ കാര്യം പറഞ്ഞു. അപ്പൊ അന്ന് ഇലക്ഷന് മുമ്പ് അതൊരു പ്രശ്നമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ 8 പേർ കോൺഗ്രസിന്റെ ലാബിൽ അവിടെ മത്സരിച്ചു? ഈ 3 പേർക്ക് ചിഹ്നം കൊടുത്തതിന് ശേഷം DCC പ്രസിഡന്റ് എന്നെ നേരിട്ട് വിളിച്ച് ജില്ലാ കോർ കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചു. ഞാനതിൽ അംഗമല്ല. ആ ജില്ലാ കോർ കമ്മിറ്റിയിൽ O. അബ്ദുറഹ്മാൻ കുട്ടി, KB ശശികുമാർ തുടങ്ങിയ MP വിൻസെന്റ് എന്നീ 3 KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റും ഞാനും K. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു DCC ജനറൽ സെക്രട്ടറി അൽഹപ്പ നഗറിലുള്ള ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ DCC പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് ഈ 3 പേർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിഹ്നം കൊടുക്കേണ്ടി വന്നു. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥികളായി നിങ്ങൾ നിർദ്ദേശിച്ച മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ച 3 പേർക്ക് മത്സരിക്കാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു. യാതൊരു നടപടിയും നിങ്ങളുടെ പേരിൽ എടുക്കില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടത് എന്നായിരുന്നു ഞങ്ങളുടെ പേരിൽ അനുമതി തന്നിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ അന്നേ നടപടി എടുത്താലേ. ഇല്ല ഇല്ല, അത് കേക്ക്. നോ ഇല്ല. അതായത് KPCC ഇല്ല. ഇന്നലെ പൊതുവായിട്ട് അതായത് ഞാൻ പറയാം മറുപടി പറയാം. തിരിച്ചെടുക്കില്ല. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് KPCCയുടെ ഒരു ജനറൽ പോളിസി ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നടപടിയെടുക്കണമെന്ന്. അതിന്റെ ഭാഗമായി ഒരാളുടെയും പേരെടുത്ത് പറയാതെയാണ് DCC പ്രസിഡന്റ് പ്രസ്താവന പുറപ്പെടുവിച്ചത്. ആ പ്രസ്താവനയ്ക്ക് അടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് അനധികൃതമായി തിരികെ കയറ്റിയതാണ് KR ഔസേപ്പിന്റെ പേര്. അല്ലെങ്കിൽ DCC പ്രസിഡന്റ് KR ഔസേപ്പിന്റെ പേരിലോ ടെസ്സി ജോസിന്റെ പേരിലോ നടപടിയെടുത്തിട്ടില്ല. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരകിൽ ആണ് ഈ എല്ലാ വൃത്തികേടുകൾക്കും കാരണക്കാരൻ. എല്ലാ വൃത്തികേടുകളും ചെയ്ത അദ്ദേഹമാണ്. മത്സരിച്ചു വന്ന ഒരാള് BJPയുടെ പിന്തുണ സ്വീകരിച്ച് വൈസ് ചെയർമാനായി ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് ഇതിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉച്ചയോട് കൂടി തന്നെ അവരുടെയൊക്കെ നിലപാട് പറയുന്നുണ്ട്. സംഭവിച്ചത് ശരിയായില്ല. DCC അടക്കം ഉച്ചയ്ക്ക് നിലപാട് പ്രഖ്യാപിക്കുകയാണ്. 2:30 എന്നിട്ട് നിങ്ങൾ അതേ പാനലിൽ സ്വാഭാവികമായി BJPയുടെ വോട്ട് ലഭിക്കുമെന്ന് നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥി മത്സരിപ്പിക്കുകയാണ്. എങ്ങനെ BJPയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് കരുതിയെന്ന് നിങ്ങൾ എങ്ങനെ അടിസ്ഥാനത്തിൽ പറയുന്നത്? ഏത് രാജിവെച്ചില്ല? ഞങ്ങൾ പ്രസിഡന്റായത് സ്വതന്ത്ര ജനത്തിൽ മത്സരിച്ചു. അല്ല, ഞാൻ പറഞ്ഞ മത്സരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ എങ്ങനെ നിശ്ചയിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്. മത്സരിച്ചതിന് ശേഷം ഞങ്ങളോട് പാർട്ടി നേതൃത്വം ഒരാളോടും എന്തെങ്കിലും നടപടി ഇതില് രാജിവെക്കണമെന്നോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് പോകുന്നത് DCC ഓഫീസിലേക്കാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഈ വൈസ് പ്രസിഡന്റും മറ്റെല്ലാ മെമ്പർമാരും ഞങ്ങളുടെ കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ DCC ഓഫീസിലേക്ക് വന്നു സത്യാവസ്ഥ ബോധിപ്പിക്കാൻ. എന്ത് നടപടി DCC പറഞ്ഞാലും ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ല. ഞങ്ങളോട് DCC പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ KPCC നേതൃത്വവുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. പ്രസിഡന്റ് ജോസഫ് ചാജിന്റെ പുറത്തിറക്കിയ സർക്കുലറാണ്. അത് പ്രകാരം KR ഔസേപ്പ്, ടെസ്സി ജോസ് കല്ലറയ്ക്കൽ, അതിന്റെ പേര് ടെസ്സി ജോസ് കല്ലറയ്ക്കൽ എന്നിവർക്കെതിരെ പാർട്ടി സ്വീകരിച്ച അച്ചടക്ക നടപടി പിൻവലിച്ചതായി ഇതിനാൽ അറിയിക്കുന്നു. അതായത് 26/12 ഇത് കൊടുത്തിട്ടുള്ളത് TM ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി, രഞ്ജിത്ത് കൈപ്പള്ളി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുതുക്കാട്, ഷാഫി കല്ലുപറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് മറ്റത്തു. അപ്പൊ ഒരു നടപടിയും DCC എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞ് സർക്കുലർ വരും. അതിന്റെ കാര്യം ഞാൻ പറയാം.
അതായത് ഇത് 26-ാം തീയതി ആണല്ലോ, 26-ാം തീയതി, അതായത് 27-ാം തീയതിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഈ തലേ ദിവസം CPM-ന്റെ പണം വാങ്ങി കഴിഞ്ഞതിന് ശേഷം KR ഔസേപ്പ് ഞങ്ങളുടെ അടുത്തൊരു ഡിമാൻഡ് വെക്കാണ്. എന്നെ ഇങ്ങനെ പുറത്താക്കിയെന്ന് പറഞ്ഞ് ബ്ലോക്ക് പ്രസിഡന്റ് നോട്ടീസ് അടിച്ചിറക്കി വീട്ടിലടിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ നടപടി പിൻവലിച്ചു എന്ന് പറഞ്ഞ് DCC പ്രസിഡന്റ് തന്നെ പറയണം എന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടു. അല്ല, വിമതനാണ് എങ്കിൽ ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ചിറക്കിയ DCC സമ്മതിക്കോ? ആര്? അവിടെ വേറൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടെന്നിരിക്കെ അപ്പൊ പിന്നെ അയാൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയാവുക? അയാൾ ഓൾറെഡി അവിടെ വേറെ ആള് മത്സരിക്കുന്നില്ലേ? ഞങ്ങൾക്ക് അല്ല, അത് ക്ലാരിറ്റിയാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് DCC അനുമതി തന്നു. DCC ഞങ്ങൾക്ക് അനുമതി തന്നു. അല്ല, ഇത് ഇവിടെ ചോദിക്കുമ്പോൾ അതൊന്നും പഞ്ചായത്തില്ല. ഒരു വാക്ക് കോൺഗ്രസ്സുകാരോട് പ്രകടനത്തിൽ പറയണം. TH ചന്ദ്രൻ ലക്ഷങ്ങൾ ആർജിക്കാരന് പണം മേടിച്ചിട്ട് കൈപ്പത്തി വിറ്റു എന്നാണ് പറഞ്ഞത്. ഞങ്ങളല്ല പറഞ്ഞത്. അവിടെ പ്രകടനം നടത്തി ചാനലൊക്കെ കണ്ടതാ. ആ കോൺഗ്രസ്സുകാരനവര് അവരാണ് TH ചന്ദ്രൻ കോടികൾ വാങ്ങിയിട്ട് ആർജിക്കാർക്ക് 8 കൈപ്പത്തി വിറ്റു എന്ന് അവിടെ പറഞ്ഞാണ്. അതിനെന്താ മറുപടി? അതിന് മറുപടി പറയാം. അതായത് നിങ്ങളുടെ കോൺഗ്രസ്സുകാർ പറയട്ടോ. ഈ DCC ചിഹ്നം കൊടുത്ത 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ആ 3 പേരും പരസ്യമായി BJPക്ക് വേണ്ടി വോട്ട് പിടിച്ച് നടക്കുകയായിരുന്നു. അതിലൊരു സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ, അതായത് അതിന്റെ വീഡിയോ ഞാൻ DCC പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്ന തെളിവ് കാണിക്കുന്നത്. തങ്ങളോടൊപ്പം നിന്ന് പ്രചാരണം നടത്തുന്ന പീഡന കേസ് പ്രതിയാണ്, ജാമ്യത്തിലിറങ്ങിയ പീഡന കേസ് പ്രതിയാണ്. അതെ, നിങ്ങൾ പറഞ്ഞ വിമത സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത് രമണി ശിവൻ, അവർക്ക് വേണ്ടി നിങ്ങളൊപ്പം നിൽക്കുന്ന TH സാദത്തിനെതിരെ എന്തായിരുന്നു കേസ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് എടുത്തത്? നിങ്ങള് എങ്ങനെ നിങ്ങളോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ കഴിയും? M. വിൻസെന്റിനെതിരെയുള്ള കേസ് എന്താണ്? എതിരെയുള്ള കേസല്ലല്ലോ ഈ സംഭവം നടന്ന് പീഡന കേസ് പ്രതിയാണോ വിൻസെന്റ്? കേസ് പ്രതി, അത് നിങ്ങളോടൊപ്പം പീഡന കേസിലെ പ്രതിയാണോ വിൻസെന്റ്? അതാണ് നിങ്ങൾക്ക് അവിടെ ഒരു ഔദ്യോഗിക പക്ഷമുണ്ട്. ആ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിങ്ങൾ ഈ വിമതരെ കൂട്ടി, അതല്ലേ യാഥാർത്ഥ്യം? കോൺഗ്രസിന്റെ 2 MLA-മാര് പീഡന കേസിലെ പ്രതികളല്ലേ? അല്ലേ? അവര് കുറ്റാരോപിതരാണ്. അവര് കുറ്റാരോപിതരാണ്. സാദത്തും അതുപോലെ കുറ്റാരോപിതനാണ്. അവിടെ അതാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു ലോബിയായി അവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ് മറുവശത്ത് അവർ ഉയർത്തുന്ന ആരോപണം. ഈ ഒരു കാര്യം ചോദിക്കട്ടെ,